നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോയാണ്. കാരണം ഇന്ന് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ കണ്ടുവരുന്ന ഒരു തൊലിപ്പുറത്തെ അസുഖമാണ് കരിമംഗല്യം എന്ന് പറയുന്ന കണ്ണിന് താഴ്വശം മുഖം ഒക്കെ കറുത്തുണ്ടാകുന്ന ഒരു അസുഖം. അപ്പോൾ അത് ഞങ്ങൾക്ക് സിന്ധുവിന് അതുണ്ടായിരുന്നു. അപ്പം സിന്ധുവിനിപ്പോൾ ഞങ്ങളിതിപ്പോൾ ഒരു മൂന്നാമത്തെ പ്രാവശ്യം ഞങ്ങൾ അതിനു വേണ്ടി ഒരു എണ്ണ കാച്ചുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ 2 പ്രാവശ്യം എണ്ണ കാച്ചി അത് സിന്ധുവിന് തേച്ചു. അതിൽ ഒരുപാട് ഒരു 75% കൂടുതൽ അത് കുറഞ്ഞു. അപ്പോൾ സിന്ധുവിൻ്റെ മുഖം തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ അറിയാം ആ പാട് ഒരുപാട് കുറവുണ്ട്. അതെ, ഒത്തിരി ഉണ്ടായിരുന്നു. എൻ്റെ മുഖത്ത് ഈ 2 സൈഡും ഭയങ്കര കണ്ണാടി എടുത്താൽ നന്നായിട്ട് ഒരു വിഷമം തോന്നുവാൻ നമുക്ക് പുറത്തിറങ്ങുന്ന സമയത്താണ്. കാരണം ഇത് എടുത്ത് നിൽക്കും. പ്രത്യേകിച്ച് ഈ വെയിലും ഒക്കെ കൊള്ളുമ്പോഴത്തേക്കിന് നല്ല രീതിയിൽ ഇത് എടുത്ത് ചെയ്തതായിരുന്നു. മറ്റേ ഇംഗ്ലീഷ് മരുന്നൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തു, ഒരുപാട് ക്രീമുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ യൂസ് ചെയ്തതാണ്. പക്ഷേ അതുകൊണ്ടൊന്നും നമുക്ക് ആ ഫലം കണ്ടില്ല. അപ്പോൾ നമുക്കിതൊരു ലാടവൈദ്യം പറഞ്ഞു തന്ന കൂട്ട അത് വലിയ നമുക്ക് ഭയങ്കരമായ ചിലവുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതല്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് സമാധാനമായിട്ട് ചെയ്യാവുന്ന ഒരു എണ്ണയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ആ എണ്ണ ഇപ്പം ഉണ്ടാക്കാൻ പോവാം. ആ എണ്ണ ഇപ്പോൾ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാം. അപ്പം നമുക്കതൊന്ന് കാണാം. ഈ എണ്ണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങായ എടുക്കുക. ഈ തേങ്ങായ ഉരുക്കി വേണം നമ്മൾ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ. ഞാനിപ്പോൾ കുറച്ചേ എടുക്കുന്നുള്ളൂ, ഇത്രേ എടുക്കുന്നുള്ളൂ. മിക്സി ഒന്ന് ഓണാക്കുവാണേ. അപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ കസ്തൂരി മഞ്ഞളിൻ്റെ തൈ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കുറച്ച് വളർന്നു. അതിൻ്റെ ചുവട്ടിലിപ്പോൾ അതായിട്ടുണ്ട്. ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഒരു ക്രീം കളറാണ് വരുന്നത്. അപ്പം നമ്മൾ അത് തന്നെ പറിച്ചെടുത്ത് ഈ എണ്ണയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ദേ അതിൻ്റെ നിറം നോക്കിയേ, ഒരു ക്രീം കളർ. അപ്പം നമുക്ക് ഇത് വെച്ച് എണ്ണ ഉണ്ടാക്കാമേ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്ത കസ്തൂരി മഞ്ഞളുണ്ട്. അപ്പം അത് ഞാനൊന്ന് ചതച്ചുകൊണ്ട് വരാം. ഈ രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ കസ്തൂരി മഞ്ഞൾ. ഇനി കസ്തൂരി മഞ്ഞളിനോടൊപ്പം തന്നെ നമുക്ക് ഇച്ചിരി ഉലുവ ചേർക്കാം. നിങ്ങൾക്ക് എത്രയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ, എത്ര എണ്ണ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കസ്തൂരി മഞ്ഞളൊക്കെ എടുക്കുക ആവശ്യത്തിന്. ഇത്രയും ഉലുവ അതിൻ്റെ ഒപ്പം ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതലുണ്ട്, കുറച്ചും കൂടെ കൂടുതൽ ചേർക്കാം. പിന്നെ ഞാൻ ഇതിലിടാൻ പോകുന്നത് കറ്റാർ വാഴപ്പോളയാണ്. കറ്റാർ വാഴപ്പോളയുടെ അകത്തെ ഈ പൾപ്പെടുത്തിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യണം. ഈ കറ്റാർ വാഴപ്പോള നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. തേങ്ങാപ്പാൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കറ്റാർ വാഴപ്പോള ഇതിനകത്ത് ചേർക്കാം. ഒരുപാട് ചേർക്കണ്ട, ഈ ഒരു അളവിൽ ചേർത്താൽ മതി. കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. ഇതേ കണ്ടില്ലേ. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് ചേർക്കാം. ഇതാ കണ്ടോ. ഗ്യാസ് കത്തിച്ച് നമുക്കിത് ഇതിനകത്ത് ഒഴിക്കാം. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിലെടുക്കാവുന്ന, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ചെടുക്കുക. ഇപ്പം തിളച്ച് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് തേക്കുന്നത് കുളിക്കുന്നതിന് മുമ്പ് ഒരു 2 മണിക്കൂർ മുമ്പ് തേച്ച് പിടിപ്പിച്ചാൽ മതി. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. എണ്ണ തെളിയുന്നുണ്ട്. നമ്മൾ കുറേശ്ശെ ഉണ്ടാക്കിയാൽ മതി. കാരണം ചിലപ്പോൾ എണ്ണ കുറേ നാളിരിക്കുമ്പോൾ ചിലപ്പോൾ ചീത്തയായല്ലോ. അത് കാരണം കുറേശ്ശെ ഉണ്ടാക്കി വെച്ചാൽ മതി. കണ്ടോ. അപ്പം അതേ കണ്ടില്ലേ, എല്ലാം പരുവത്തിനൊക്കെ ആയിട്ടുണ്ട്. ഈ തിളയൊന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം ഇതായിട്ടുണ്ട്. ഞാനിങ്ങനെ അന്നേരം പോലെ ഇളക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ ആ ഇരുമ്പ് ചീനച്ചട്ടിയിലിരുന്ന് ഒന്നുകൂടെ തിളച്ച് ഒന്ന് വറ്റുവേ. അതേ ഈ മക്കനൊക്കെ നമ്മൾ ഈ സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി വെക്കണം. പതുക്കെ അതിൽ നിന്ന് എണ്ണ ഇറങ്ങട്ടെ.
ആറിക്കഴിഞ്ഞ് നമുക്കൊരു ബൗളിലോട്ടെടുത്ത് മാറ്റാം. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേശ്ശേ എണ്ണ എടുത്തുള്ളായിരുന്നു, കുറച്ച് തേങ്ങാപ്പാലേ എടുത്തുള്ളൂ. ഇവിടെ ഉണ്ടാക്കിയത് കുറച്ച് ഇരിപ്പുണ്ട്, ഞാനെന്നും ഇത് തേക്കാറുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഇത് അരിച്ചെടുക്കാം കേട്ടോ. അതേ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് നേരം എൻ്റെ മേളിൽ ഇരിക്കട്ടെ. അപ്പം ഇതിൽ നിന്ന് കുറച്ച് വീഴും ഇതിനകത്തോട്ട്. അപ്പം ദേ ഇതുപോലെ വരുന്ന മക്ക കുറച്ച് നേരം എൻ്റെ മുകളിൽ വെക്കുവാണെങ്കിൽ കുറച്ചെണ്ണ കൂടുതൽ കിട്ടും. ഇതേ കണ്ടോ, ഇവിടെ കുറച്ചെണ്ണ ഇരിപ്പുണ്ട്. ഞാൻ ഈ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശേ എടുത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എടുക്കാം. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.